മുജാഹിദുകളെ, നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്കത് ശിർക്കല്ലേ? റസൂലുള്ള ചെയ്തിട്ടുണ്ട്. ആ നബി തങ്ങൾ പഠിപ്പിച്ച ഖബർ സിയാറത്താണോ ബർദാൻ തങ്ങളുടെ ഖബറുകൾ പോയാ ചെയ്യുന്നത്? ആ നബി പഠിപ്പിച്ച ഖബർ സിയാറത്തിനാണോ മണത്തലയിൽ ഹൈറോസൂപ്പന്റെ അടുത്തേക്ക് പോകുന്നത്? ആ നബി തങ്ങൾ പഠിപ്പിച്ച സിയാറത്ത് ചെയ്യാനാണോ ചേറ്റുവയിലെ ഫക്കീർ പാപ്പാന്റെ അടുത്തേക്ക് പോകുന്നത്? ആ നബി തങ്ങൾ പഠിപ്പിച്ച സിയാറത്ത് ചെയ്യാനാണോ അജ്മീറിലെ ഹോജയുടെ അടുത്തേക്ക് പോകുന്നത്? പുത്തൻപള്ളിയിലെ കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ അടുത്തേക്ക് പോകുന്നത്? അതേ ഏർവാടിയിലെ ഇബ്രാഹിം ബാദിഷയുടെ അടുത്തേക്ക് പോകുന്നത് ആ സിയാറത്തിന് വേണ്ടിയാണോ? മൊനമ്പത്ത് ബീവിയുടെ ജാറത്തിലേക്ക് പോകുന്നത് ആ സിയാറത്തിന് വേണ്ടിയാണോ? ഒരിക്കലുമല്ല. സിയാറത്ത് ശരിയാണ്, ഖബർ സിയാറത്ത് ചെയ്യണേ. അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പഠിപ്പിച്ചതാണ്. അതേ മരണപ്പെട്ടവരെ അടക്കം ചെയ്തിട്ടുള്ള മഖ്ബറകൾ, ആ ഖബർസ്ഥാനിലേക്ക് നമ്മളൊക്കെ പോകേണ്ടതുണ്ട്. നമുക്കും മരിക്കണമല്ലോ എന്ന ചിന്ത വരാനും എനിക്കും ഖബറിൽ കിടക്കണമല്ലോ എന്ന ബോധം വരാനും, ആ മരണപ്പെട്ട് കിടക്കുന്ന ആളുകൾ മുസ്ലിമീങ്ങളാണെങ്കിൽ അവർക്ക് പാപമോചനത്തിന് വേണ്ടി അല്ലാഹുവിനോട് തേടാനും, അതേ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി സലാം പറഞ്ഞ് അസ്സലാമു അലൈക്കും അഹ്ല ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലലാഹിഖൂൻ എന്ന് തുടങ്ങിയിട്ടുള്ള അതേ ദിക്റുകളും ദുആകളും അവിടെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യലും അതൊക്കെയല്ലേ സിയാറത്ത്? അതിനാണോ ബർദാന്തങ്ങളുടെ അടുത്തേക്ക് പോകുന്നത്? അതിനാണോ ഈ ആളുകളുടെ അടുത്തേക്കൊക്കെ പോകുന്നത്? അല്ല. അല്ലാഹുവേ ഇവരുടെയൊക്കെ പാപമൊന്ന് പുറത്തു കൊടുക്കണേ എന്ന് പറയാനാണോ? അല്ലാഹുവേ ഇവരുടെയൊക്കെ ഖബർ കണ്ടിട്ട് എനിക്കൊന്ന് മരണചിന്ത ഉണ്ടാകട്ടെ എന്ന് കരുതിയാണോ? അല്ല. കുട്ടിയില്ലാത്തവർക്ക് കുട്ടിനെ കിട്ടണം, അതേ ആൺകുട്ടികൾ മാത്രമുള്ളവർക്ക് പെണ്ണിനെ വേണം, പെണ്ണ് മാത്രമുള്ളവർക്ക് ആണിനെ വേണം, ഒരുപാട് കുട്ടികളില്ലാത്തവർ കുട്ടികൾ കാലമായി മോഹിച്ചിട്ട് കുട്ടി തീരെയില്ലാത്തവർക്ക് കുട്ടി വേണം, വിസ വേണം, ജോലി കയറ്റം വേണം, നല്ല പുതിയാപ്പിളയെ കിട്ടണം, നല്ല മരുമകനെ കിട്ടണം, നല്ല അമ്മായി അമ്മയെ കിട്ടണം, പലതാണ് പലർക്കും ആവശ്യം. എന്നിട്ട് ശുഹദാക്കളോട് പോയിട്ട് എന്താ പറയുന്നത്? ഞങ്ങൾ നിങ്ങളുടെ മഖ്ബറയിലേക്ക് വരുന്നതും വരാതെ വിളിക്കുന്നതുമൊക്കെ എന്തിനാണ്? അയാ ശുഹദാഉ ഇന്നാ ഖദ് ഖസദ്നാ ഇലൈക്കും ലിൽ ഇഗാസതി സായിരീനാ അഗീസുനാ ഇദസ്തദ്ദത് അലൈനാ കറാഇബു ലൈസ ഫീഹാ മൻ യഖീനാ. ശുഹദാക്കളെ, നിങ്ങളുടെ മഖ്ബറയിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് പരലോക ചിന്തയുണ്ടാകുവാനോ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവോട് തേടുവാനോ ഒന്നുമല്ല. ഞങ്ങൾ ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത് നിങ്ങളോട് സഹായം തേടാനാണ്. കാവല് തരണേ, രക്ഷ തരണേ, ഞങ്ങളെ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഞങ്ങൾക്ക് നിങ്ങളല്ലാതെയില്ല. ഇത് പറയാനുള്ള ഒരു സിയാറത്ത് ഏത് ഖബറിലേക്ക് പോകാനാണ് മുത്തുനബി പഠിപ്പിച്ചത്? ആയത്തെവിടെ? ഹദീസെവിടെ? കാണില്ല. അങ്ങനെ ബുദ്ധിയുള്ളവര് ചിന്തിക്ക്, നിഷ്പക്ഷരായ ആളുകൾ ചിന്തിക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച ഒരു സിയാറത്തിലും രോഗശമനം വന്നാൽ ഖബറിടത്തിലേക്ക് പോകാൻ പറഞ്ഞിട്ടില്ല. അവിടുന്ന് ഒരിക്കലും അത് പഠിപ്പിച്ച് തന്നിട്ടില്ല. ഖബർ കെട്ടിപ്പടുത്തിയിട്ടില്ല, കുമ്മായ വിട്ടിട്ടില്ല, പച്ച മൂടിയിട്ടില്ല, വിളക്ക് കൊളുത്തിയിട്ടില്ല, സാമ്പ്രാണിയും അതുപോലെ തന്നെ ചന്ദനത്തിരിയും പുകച്ചിട്ടില്ല, അങ്ങോട്ട് പുകല നേർച്ചയാക്കിയിട്ടില്ല, അങ്ങോട്ട് നാളികേരം നേർച്ചയാക്കിയിട്ടില്ല, അങ്ങോട്ട് അടക്ക നേർച്ചയാക്കിയിട്ടില്ല, അങ്ങോട്ട് കോഴി നേർച്ചയാക്കിയിട്ടില്ല. നേർച്ച മുഴുവൻ റബ്ബിന് വേണ്ടി, അവന്റെ കൂലിക്ക് വേണ്ടി. സിയാറത്തിന് പോയിക്കോ, അതിനബി തങ്ങൾ പഠിപ്പിച്ച ലക്ഷ്യത്തിന് വേണ്ടിയാണ് പോകേണ്ടത്. അതേ നൂറുകണക്കിന് ആളുകളെ മറമാടിയിട്ടുള്ള ഖബർസ്ഥാനുകളില്ലേ, പൊയ്ക്കോ മുസ്ലിമേ, സലാം ചൊല്ലിക്കോ, അവർക്ക് വേണ്ടി അല്ലാഹുവോട് തേടിക്കോ. ഉമ്മന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എന്റെ ഉമ്മാനോട് പൊറുക്കണേ അല്ലാ, എന്റെ ഉപ്പാക്ക് പൊറുക്കണേ അല്ലാ. ഖബറിൽ കിടക്കുന്ന ഈ പള്ളിക്കാട്ടിലെ മഖ്ബറയിൽ കിടക്കുന്ന ആയിരങ്ങളുണ്ട് റബ്ബേ, അവരിൽ മുവഹ്ഹിദുകളായി മരണപ്പെട്ടു പോയ നിന്റെ അടിമകൾക്ക് നീ പൊറുത്തു കൊടുക്കണേ അല്ലാ. തേടിക്കോ മുസ്ലിമേ. ആരാ ശിർക്കാണെന്ന് പറഞ്ഞത്? ആരാ തെറ്റാണെന്ന് പറഞ്ഞത്? അതേ അവസരത്തിൽ ഖബർസ്ഥാനിൽ പോയിട്ട് ഖബറാളികൾക്ക് വേണ്ടി അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നതിന് പകരമായി ഖബറാളികളെ വിളിച്ചുകൊണ്ട് സഹായം തേടുന്ന സിയാറത്ത്, അത് ഇസ്ലാമിക സിയാറത്തല്ല.
അത് അനിസ്ലാമിക സിയാറത്താണ്. അത് മുജാഹിദുകൾ എതിർക്കുന്നു, യാതൊരു സംശയവുമില്ല. എന്തേ കാരണം? ഞങ്ങളുടെ നേതാവിനോട് ഞങ്ങൾക്ക് വലിയ സ്നേഹമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി, ആ നേതാവ് ഇങ്ങനെ സിയാറത്ത് ചെയ്യാനാ പറഞ്ഞത്. നമ്മളെ നേതാവല്ലേ? ആ നേതാവിനോട് ഹുബ്ബുണ്ടോ? ആ നേതാവിനോട് ബഹുമാനമുണ്ടോ? ആ നേതാവിനോട് പിരിശമുണ്ടോ? ഉണ്ടെങ്കിൽ ആ നേതാവ് പറഞ്ഞതുപോലെ നടക്കണ്ടേ? ഉപ്പയോടെനിക്ക് സ്നേഹമാണെന്ന് അങ്ങാടിയിൽ വന്നൊരു മോൻ പറയുന്നു, ഉമ്മയോടെനിക്ക് വലിയ പിരിശമാണെന്നൊരു കുട്ടി അങ്ങാടിക്കാരോട് പറയുന്നു. വീട്ടിലെത്തിയാൽ ഇവിടെ വാ മോനെ എന്നുമ്മ വിളിച്ചാൽ ഉപ്പ വിളിച്ചാൽ അങ്ങോട്ടോടുന്ന മോനാണെങ്കിൽ ഈ സ്നേഹം കറകളഞ്ഞതാണോ? കാപട്യമല്ലേ ഉമ്മമാരെ, കാപട്യമല്ലേ ഉപ്പമാരെ? സ്നേഹം ശരിയാകണമെങ്കിൽ എന്ത് ചെയ്യണം? അല്ലാഹുവോട് സ്നേഹമുണ്ടോ? തഴ്സില്ലിലാഹ വ അൻത തുളിറു ഹുബ്ബഹു അദാല അംരി ഫിൽ ഖിയാസി ബദീഉ ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. നീ അല്ലാഹനെ ധിക്കരിക്കുന്നു, എന്നിട്ട് നീ പറയുന്നു എനിക്ക് അല്ലാഹനോട് സ്നേഹമാണെന്ന്. റസൂലുള്ളാഹിനെ നീ ധിക്കരിക്കുന്നു, വാക്കിൽ നീ പറയുന്നു എനിക്ക് എന്റെ നബിയോട് വലിയ സ്നേഹമാണെന്ന്. നിനക്ക് അല്ലാഹയോട് സ്നേഹമുണ്ടോ? ഉണ്ടെങ്കിൽ അല്ലാഹ് പറഞ്ഞതുപോലെ നടക്കണ്ടേ, റസൂല് പറഞ്ഞതുപോലെ നടക്കണ്ടേ? അത് നടക്കാതെ നബി പഠിപ്പിക്കാത്ത വിശ്വാസം വിശ്വസിക്കുന്നു, നബി പഠിപ്പിക്കാത്ത ആചാരം ആചരിക്കുന്നു, നബി പഠിപ്പിക്കാത്ത സംസ്കാരം കൊണ്ട് നടക്കുന്നുവെങ്കിൽ അത് ഇസ്ലാമല്ല. ബുദ്ധിയുള്ള തന്റെ ഇടമുള്ള മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. ശരിക്കും ചിന്തിക്കും, ആലോചിക്കും പ്രിയപ്പെട്ടവരെ. ഇതൊരാള് വെറുതെ പറയുന്നതല്ല, നമുക്കൊക്കെ രക്ഷാമാർഗമായി പറയുന്നു.